4 പതിറ്റാണ്ടിലേറെയായി തുടരുന്ന കൊച്ചിയിലെ കിൻസ് റേസ് മത്സരം നടന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൊച്ചിയിൽ മുടക്കം കൂടാതെ തുടർന്നു പോരുന്ന കിൻസ് റേസ് ഓൾ കേരള ക്രോസ് കൺട്രി മത്സരം സ്വാതന്ത്ര്യദിനത്തിൽ നടന്നു. ഇടക്കൊച്ചി പാലം മുതൽ BOT പാലം വരെയുള്ള 7 കിലോമീറ്ററിലായിരുന്നു മത്സരം. രാവിലെ 7 മണിക്ക് കിൻസ് ഓട്ട മത്സരം മുഹമ്മദ് ഷിയാസ് MLA ഇടക്കൊച്ചി പാലത്തിന് സമീപം ഫ്ളാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ 44 വർഷക്കാലമായി സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഈ ക്രോസ് കൺട്രി മത്സരം അതിനെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വീണ്ടും ഒരുമിച്ച് ചേരുകയാണ്. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടി ഉറപ്പിക്കാൻ, നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉറപ്പിക്കാനാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ്. പിന്നെ രാജ്യം നേടിയിട്ടുള്ള ഈ പുരോഗതികൾ അത് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തർക്കും സ്വാധിക്കണം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയണം. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെക്കാൾ വലുത് മറ്റൊന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കണം എന്നുകൂടി ഗാന്ധി പറഞ്ഞു വെച്ചു. തീർച്ചയായും ഗാന്ധിയുടെ വാക്കുകൾ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തിൽ നമ്മളിത് ഈ പ്രദേശത്ത് നടത്തുന്നു. നമ്മുടെ രാജ്യം, നമ്മുടെ നാടിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് ലഹരിക്ക് അടിമകളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുക എന്നുകൂടി നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന എല്ലാ വിപത്തുകൾക്കും എതിരായി അതിനെതിരായി ശബ്ദമുയർത്താൻ, അതിനെതിരായി പ്രതിരോധം തീർക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞു. കൗൺസിലർ റസിദ പീറ്റർ, മുൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും 300ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. പുരുഷ വിജയികൾക്ക് 15,000, 10,000, 3,000 എന്നിങ്ങനെ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനമായി നൽകി. വനിതാ വിജയികൾക്ക് 10,000, 5,000, 3,000 എന്നിങ്ങനെയാണ് ക്യാഷ് പ്രൈസ്. ഇന്ത്യൻ നേവി, റെയിൽവേ, കൊച്ചിൻ പോർട്ട്, ഷിപ്പ്യാർഡ്, കോസ്റ്റ് ഗാർഡ്, വിവിധ കോളേജുകൾ, സ്കൂളുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരാർത്ഥികളായി ഉണ്ടായിരുന്നത്. ഭാരവാഹികളായ സാജു ബാലുമൽ, ജോസഫ് ജോൺ ചാണയിൽ, രാജു വട്ടമാക്കൽ, അലക്സ് പൂപ്പന, കണ്ണൻ നോയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളുരുത്തിയുടെ കായിക സംസ്കാരത്തിനും കൂട്ടായ്മയ്ക്കും തിളക്കമേകുന്ന കിൻസ് റേസിന്റെ സമ്മാനദാന ചടങ്ങിൽ മുൻ MLA KJ മാക്സി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജോസഫ് ജോൺ ചാണയിൽ അധ്യക്ഷനായ യോഗത്തിൽ കൗൺസിലർമാരായ ലവിത നെൽസൺ, സുമിത് ജോസഫ്, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, സാജർ സിത്താര, JB I ചെറിയൻ എന്നിവർ സമ്മാനങ്ങൾ നൽകി. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി ഷൈനി അറിയിക്കുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്തതിന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിനും ഇവരെ അനുമോദിക്കുന്നതിനും നമ്മൾ ഈ വളരെയേറെ അഭിനന്ദിക്കേണ്ട ദിവസമാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വലിയൊരു സംഘടന കൂടിയാണ് കിൻസ് പള്ളുരുത്തി. ഇന്ന് ശ്രീപാടുറാം പറഞ്ഞതുപോലെ തന്നെ 77 വയസ്സുള്ള പോസിയേട്ടനും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമേലിയ, 5ൽ പഠിക്കുന്ന ഇസബൽ അടക്കമുള്ള എല്ലാ തലമുറയിലും പെട്ട കായിക താരങ്ങൾ ഇന്ന് ഈ വെന്യൂവിലുണ്ട്. ഇന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മയക്കുമരുന്നിനെതിരായി വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം കൂടിയാണ് ഇന്ന് കിൻസ് റേസ് പള്ളുരുത്തിയിലൂടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും ലഹരിയുടെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഞാൻ എപ്പോഴും ജാഗ്രതയോടെ പ്രവർത്തിക്കും. ലഹരിയുടെ ഉപയോഗവും വ്യാപനവും എവിടെ കണ്ടാലും ഞാൻ അതിനെ ശക്തമായി എതിർക്കുകയും നിയമവ്യവസ്ഥയെ അറിയിക്കുകയും ചെയ്യും.
ലഹരി വിമുക്തമായ ഒരു ആരോഗ്യപൂർണമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഞാൻ എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. വസതിയിലേക്ക് ദീർഘദൂര ഓട്ടത്തിലൂടെ ജനങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളെയും അമ്പരപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആ ദീർഘദൂര ഓട്ടത്തിലൂടെ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു പ്രതിഭാസം ജനങ്ങളുടെ ഇടയിൽ ഒരു മാതൃകയായ ഒരു അധ്യാപികയ്ക്ക് കിങ്സ് പള്ളുരുത്തി ഞങ്ങളുടെ ആദരവ് നൽകുകയാണ്. ഈ ആദരവ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ദാ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ് നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.